ഹലോ, ബാംബൂ സ്റ്റിക്ക്, ഗ്രീൻ ടേപ്പ്, ക്രേപ്പ് പേപ്പർ ഇത് മൂന്നും ഇല്ലാതെ ടുലിപ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാൽ പറ്റും, ഞാൻ കാണിച്ചു തരാം. ക്രേപ്പ് പേപ്പറിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ടുലിപ്പാണ് ഉണ്ടാക്കേണ്ടത് ആ ടുലിപ്പിൻ്റെ കളറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു പേസ്റ്റൽ പിങ്കാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വൈറ്റ് ടുലിപ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ശേഷം സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ ടുലിപ്പിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് നിവർത്തി കൊടുക്കണം. അപ്പോൾ അതിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇങ്ങനത്തെ രണ്ട് പീസ് ഉണ്ടാവും. ഇനി ടുലിപ്പിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ടുലിപ്പിൻ്റെ പെറ്റൽ റെഡിയായി. ഞാനിങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 പെറ്റൽസാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ബാംബൂ സ്റ്റിക്കാണ്. പക്ഷേ നമുക്ക് ബാംബൂ സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ പകരം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഈർക്കിലിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ടുലിപ്പിൻ്റെ കളർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ത്രെഡ് വെച്ചിട്ട് ഫുള്ളായിട്ട് ചുറ്റി ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ടുലിപ്പിൻ്റെ പെറ്റലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ 4 പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. പെറ്റൽസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ആ ടുലിപ്പിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ള് ത്രെഡ് ചുറ്റിയിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഫ്ലവർ റെഡിയായി. ഇനി ഇതിൻ്റെ സ്റ്റെമ്മിന് ഗ്രീൻ കളർ വേണ്ടേ? ഗ്രീൻ ടേപ്പിൻ്റെ പകരം യൂസ് ചെയ്യുന്നത് ഗ്രീൻ ആക്രിലിക് കളേഴ്സാണ്. അത് വെച്ചിട്ട് സ്റ്റെമ്മ് ഫുള്ളായിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് 2 ലീവ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ടുലിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ടേപ്പും ക്രേപ്പ് പേപ്പറും ബാംബൂ സ്റ്റിക്കൊക്കെ ഇല്ലാതെ നല്ല ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ചെയ്തോളൂ.